സുഹൃത്തുക്കളെ, ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് വിമൻ. സോ എന്താണ് ഈ ഇന്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കെമിസ്ട്രി. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കെമിസ്ട്രി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള കെമിസ്ട്രി, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഓക്കെ എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കുറച്ച് ഹിസ്റ്ററി നമ്മൾ അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, കുറച്ച് ബാക്കിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ പുരുഷനും സ്ത്രീയും ഇന്ന് കാണുന്ന സമൂഹത്തിൽ നമുക്കറിയാം, അവർക്ക് ഈക്വൽ ഒരു ഇതാണുള്ളത്, ഈക്വൽ ഫൂട്ടിംഗ് ആണുള്ളത്. ഒരാളെക്കാൾ സുപ്പീരിയറോ ഇൻഫീരിയറോ ആകുന്നില്ല. രണ്ടുപേരും ഷോൾഡർ ടു ഷോൾഡർ സമൂഹ നിർമ്മിതിയിൽ പങ്കുകാരാകുന്നു എന്നുള്ളതാണ് നിസ്തർക്കമായ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് കാലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം, പുരുഷന്മാര് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ആൻഷ്യൻ സമയത്തിലേക്ക് തന്നെ പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, പുരുഷന്മാര് വേട്ടയാടാൻ പോവുകയും സ്ത്രീകൾ വീട്ടിലിരുന്ന് കുട്ടിയെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് സമൂഹം വളർന്നു, ഡെവലപ്മെന്റുകളിലേക്ക് വളർന്നു. അതായത് നമുക്കൊരു സിറ്റി കൾച്ചർ വന്നു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ടെക്നോളജി കണ്ടെത്തി. നമുക്കറിയാം, ഫാമിങ്ങിന് കണ്ടുപിടുത്തത്തിന് ശേഷം, അഗ്രികൾച്ചറിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് മനുഷ്യൻ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ, ഫാമിലിയിലും അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ ജീവിക്കാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. സോ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട്, ബുക്കുകളിൽ നിന്നൊക്കെ എപ്പോഴും പഠിക്കുന്ന ഒരു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമൂഹ ജീവി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, സ്ത്രീകൾ വീട്ടിലിരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പുരുഷന്മാർ ജോലിക്ക് പോകുന്നുണ്ട് പഴയ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സ്ത്രീയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ നോക്കുന്നതിലും അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിലും ഒക്കെ സ്ത്രീകൾ വളരെയധികം പാർട്ടിസിപ്പേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പുരുഷന്റെ ഭാഗത്തു നിന്നും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പുരുഷൻ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും മനുഷ്യർക്കിടയിലും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പുരുഷൻ, നീ സ്ത്രീ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ബേസിക്കലി അതൊരു ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ഞാനൊരു പുരുഷൻ എന്നതും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി സ്ത്രീ ആണ് എന്നും ഞാൻ തിരിച്ചറിയുകയും അതൊരു ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ, അപ്പോൾ അതിന് പ്യൂബർട്ടി ഒന്നും ആവണമെന്നില്ല, അതിക്ക് മുന്നേ ഒരു ചൈൽഡ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു കുട്ടികൾക്ക് പരസ്പരം മനസ്സിലാവാനായിട്ട് തുടങ്ങും. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള 3 വയസ്സൊക്കെ കഴിഞ്ഞ് അത് കുറച്ച് ഒരു തിരിച്ചറിവിൻ്റെ ഏജ്, ഒരു 4-5 ഒക്കെ വയസ്സാകുമ്പോഴേക്കും അവർക്കത് മനസ്സിലാവുകയും പിന്നീട് മുതൽ സ്ത്രീകൾക്ക് ഒരു സെപ്പറേഷൻ വരികയും, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരു സെപ്പറേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പെരുമാറി. പക്ഷെ നമുക്കറിയാം, കുട്ടികൾ ഇന്നസെൻ്റ് ആണ്, അവർക്കത് അറിഞ്ഞുകൂടാ. പക്ഷെ അത് വളർന്നു വരുംതോറും ആ ഒരു സെപ്പറേഷൻ കൂടുതലായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകളൊക്കെ ആ ഒരു ഇന്നസെൻസ് വീണ്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ. വളരെ നല്ലൊരു കാര്യം, അങ്ങനെ കാത്തു സൂക്ഷിക്കാനായിട്ട് ആളുകൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും റിലീജിയൻ ആയാലും സൊസൈറ്റി ആയാലും നമ്മുടെ കൾച്ചർ ആയാലും ഒക്കെ ആ ഒരു സെപ്പറേഷൻ പലപ്പോഴും കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മെയിൻലി ദ ബയോളജിക്കൽ റീസൺ. The first and fundamental reason is purely biological. There are so many drives between men and women, which is driving according to Sigmund Freud. There is also sexual drive, which is the libido, which is happening between the man and the women. That is very much important for the procreation of the next generations in the human beings. So society demands that the people fulfill all these things within the limits of marriage. But the modern culture is changing. People are also thinking sometimes, ആളുകൾ പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ ഇതിൽ നിന്നൊക്കെ മറികടന്ന് വേറൊരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്കൊക്കെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പല രീതിയിൽ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് മോഡേൺ കൾച്ചറിലേക്ക് യൂറോപ്യൻ കൾച്ചറിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഒരു മനുഷ്യൻ്റെ ഒരു
ഫിസിക്കൽ യൂണിയൻ, പുരുഷൻ്റെ സ്ത്രീയുടെ ഒരു ഫിസിക്കൽ യൂണിയനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ എന്താണ് ഒരു പുരുഷൻ്റെ സ്ത്രീയുടെ ഒരു സൈക്കോളജിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്? സോ അത് എന്താണ്? ഒരു മൈൻഡുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ മനപ്പൊരുത്തം, പഴയ ആളുകളൊക്കെ പറയുന്ന പോലെ മനപ്പൊരുത്തം എന്ന് പറയുന്നത്, പുരുഷനും സ്ത്രീയും തമ്മിലൊരു മനപ്പൊരുത്തം വരികയും അവർ മാരേജിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ജാതകം ശരിയാവുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു മനപ്പൊരുത്തം, ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു. അപ്പോൾ ഇപ്പോഴും വേറെ ഒരു ബുക്ക് ഉണ്ട്, അതായത് മെൻ ആർ ഫ്രം മാർസ്, വിമൺ ആർ ഫ്രം ദ വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അപ്പോൾ ആ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഫണ്ടമെൻ്റലി വരുന്ന സൈക്കോളജിക്കൽ ഡിഫറൻസുകൾ, ആ ഡിഫറൻസുകളെ നമുക്ക് എങ്ങനെ വീക്ഷിക്കാം എന്നൊക്കെയുള്ള വളരെ നല്ലൊരു ബുക്കാണത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് അതിങ്ങനെ. അപ്പോൾ പല ആളുകൾക്ക് പല കൺസെപ്റ്റ്, പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് ഈ ഒരു സ്ത്രീ പുരുഷന്മാരുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കുന്നതും അവർ തമ്മിൽ എങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ രീതിയിൽ മനുഷ്യനെയും സ്ത്രീയെയും പുരുഷനെയും കാണുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ ആത്യന്തികമായിട്ട് ചില സമാനതകളുണ്ട്, അതോടൊപ്പം തന്നെ ചില വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളും ഇതെന്ന് പറയുന്നത് മെയിൽ ഡോമിനൻ്റ് ആവുന്നത് വഴിയോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ആവുന്നത് വഴിയോ നമുക്കിതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ ഒരു എക്സ്ട്രീമിസ്റ്റായിട്ട് മാറുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് തന്നെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, മോഡറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, നമ്മൾ എക്സ്ട്രീമിസ്റ്റായിട്ട് മാറുന്നത് വഴി നമുക്കത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇതിലൊരു മോഡറേറ്റ് സമീപനം എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമോഷൻ of the other people. So like IQ, there is also EQ. The emotional quotient means emotionally how to understand the people. Even though men and women are different, there is always എപ്പോഴും അവർക്ക് തമ്മിൽ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ സ്പേസിനെ ഫില്ല് ചെയ്യാനായിട്ട് ഒരു പുരുഷന് സ്ത്രീയുടെ വൈകാരികതയും സ്ത്രീ പുരുഷൻ്റെ വൈകാരികതയും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഫിസിക്കൽ യൂണിയൻ വഴിയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ കുറേ ഡാൻസ് കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ വേറെ കാര്യങ്ങളിൽ വ്യാപൃതരായി ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടോ ഒക്കെ അത് കൊള്ളണമെന്നില്ല. അത് ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് വഴി തന്നെയായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു ഡീപ്പിലി നമുക്ക് എങ്ങനെ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഡീപ്പിൽ ഒരു പുരുഷൻ സ്ത്രീ എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, പലപ്പോഴും മനുഷ്യർ അവരവരെ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവന് വേറൊരു വ്യക്തിയെ, അതൊരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത്. അതുകൊണ്ട് there is a need for self awareness and there is a need for self analysis. നമുക്കറിയാം ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന് ഒരു പ്രൈവറ്റ് ഭാഗം കൂടിയല്ല. ഇറ്റ് ഈസ് ഓൾസോ എ യൂണിവേഴ്സൽ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോമൺ. എവരി വൺ ഹാസ് ഗോട്ട് ദിസ് കോൺഷ്യസ്നെസ്. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ തന്നെ പുറമുഖങ്ങളെ അല്ലെങ്കിൽ പൊയ്മുഖങ്ങളെ എടുത്തു കളഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ തന്നെ ചില പ്രശ്നങ്ങളെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരു തെളിഞ്ഞ വെള്ളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെ മത്സ്യങ്ങൾ പോകുന്നതും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളൊരു കലക്കവെള്ളത്തിലാണ് നോക്കുന്നതെങ്കിലോ അത് കലങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ, റിഫ്ലക്ഷൻസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നടത്തുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ റിഫ്ലക്റ്റഡ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഈ കാണൽ തന്നെയാണ് ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനായിട്ട് നമുക്കത് സാധിക്കും. അപ്പോൾ ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ചെല്ലാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. ഈ മനസ്സിലാക്കലിലൂടെ നമ്മൾ വേറൊരു മനുഷ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവനും എന്നെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ അതിൻ്റെ ഡെപ്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം മനുഷ്യർ തമ്മിലുണ്ടാകുമ്പോൾ, എസ്പെഷ്യലി
ഫാമിലി സ്ത്രീയും പുരുഷനും തമ്മിൽ ആണെങ്കിൽ കൂടി അത് ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ റിലേഷൻഷിപ്പിനെ ഇന്റർ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, അപ്പോൾ എന്തൊരു റിലേഷൻഷിപ്പിലായാൽ പോലും ഈ ഒരു സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വർക്ക് പ്ലേസിലായാലും എവിടെയാണെങ്കിലും ഒരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് നമ്മളെ കൂടുതൽ നന്മയിലേക്ക് നയിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. സോ ലെറ്റ് us പ്രാക്ടീസ് this self understanding for understanding the other human beings. Thank you, dear friends.